the number of factors in the expression 6 square into 2 raised to 4 into 3. Number of factors കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം അതിനെ പ്രൈം നമ്പറിന്റെ പവർ ആയിട്ട് എഴുതണം. 6 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പർ അല്ലല്ലോ. 6 എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്. അപ്പോൾ 6 സ്ക്വയറോ 2 സ്ക്വയർ into 3 സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ into 3 സ്ക്വയർ into 2 raised to 4 into 3 raised to 1 എന്ന് എഴുതാം. ഇവിടെ 2ന്റെ പവർ രണ്ടെണ്ണം ഉണ്ട്. 2 സ്ക്വയറും 2 raised to 4ഉം. അത് രണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതുപോലെ 3 സ്ക്വയറും 3 raised to 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് x raised to m into x raised to n എന്ന് പറയുന്നത് x raised to m plus n ആണ്. അപ്പോൾ 2 സ്ക്വയർ into 2 raised to 4 എന്ന് പറഞ്ഞാലോ 2 raised to 2 plus 4 ആയിരിക്കും. 3 സ്ക്വയർ into 3 raised to 1 എന്ന് പറഞ്ഞാലോ 3 raised to 2 plus 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 raised to 6 into 3 ക്യൂബ് എന്ന് കിട്ടും. 2 raised to 6ൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? പവറിനോട് ഒന്ന് കൂട്ടിയാൽ മതിയല്ലോ. 6 plus 1 7 ഫാക്ടേഴ്സ്. 3 ക്യൂബിലോ 3 plus 1 4 ഫാക്ടേഴ്സ്. അപ്പോൾ 2 raised to 6 into 3 ക്യൂബിലോ 7 into 4 28 ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 28 ആണ്. ഓക്കെ. 1024 has 11 factors. How many factors do 1024 square have? 1024 സ്ക്വയറിന് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് പ്രൈം നമ്പറിന്റെ പവർ ആയിട്ട് എഴുതണം. അപ്പോൾ 1024 നിന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എത്ര കിട്ടും? 2നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1024 കിട്ടുന്നത്. അപ്പോൾ 1024 എന്ന് പറയുന്നത് 2 raised to 10 ആണ്. അപ്പോൾ 1024 സ്ക്വയറോ 2 raised to 10 the whole square ആയിരിക്കും. x raised to m the whole raised to n എന്ന് പറഞ്ഞാൽ x raised to m into n ആണ്. അപ്പോൾ 2 raised to 10 the whole square എന്ന് പറഞ്ഞാലോ 2 raised to 10 into 2 2 raised to 20 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും? ആ പവറിനോട് ഒന്നും കൂടെ പ്ലസ് ചെയ്താൽ മതിയല്ലോ. 20 plus 1 21 ആയിരിക്കും ഇവിടുത്തെ ഫാക്ടേഴ്സിന്റെ എണ്ണം. അപ്പോൾ ആൻസർ 21 ആണ്. ഓക്കെ.